അപ്പോൾ ഇനി നമ്മുടെ അടുത്ത സെഗ്മെന്റ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, നമ്മുടെ അതിഥിയെ, നമ്മുടെ ഗസ്റ്റിനെ വിളിക്കാനുള്ള ഒരു സമയമാണ്. അന്ന് പറക്കും തളികയിൽ കുറേ സംഭവം തലതിരിച്ച് പറയുകയും അങ്ങനത്തെ ഒരുപാട് കാര്യങ്ങളൊക്കെ ചെയ്തിട്ടാണ് ആ ലാംഗ്വേജ് ഉണ്ടാക്കിയത്. പക്ഷേ ഇവിടെ ഈ വരുന്ന കുട്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ പെട്ടെന്ന് തന്നെ നമ്മൾ എന്ത് പറഞ്ഞാലും തലതിരിച്ച് പറയും. സ്പെല്ലിംഗ് ആണെങ്കിൽ അത് തലതിരിച്ച് പറയും. മലയാളം മാത്രമല്ല, ഇംഗ്ലീഷ്, അങ്ങനെ 4 ഭാഷയോളം ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്ന ഒരാളാണ്. അങ്ങനത്തെ ഒരു എന്താ പറയുക, ഒരു മിടുക്കി. വളരെ കുറച്ച് ആൾക്കാർക്ക് ഇങ്ങനത്തെ കഴിവൊക്കെ കിട്ടുള്ളൂ. അതിലൊരാൾ നിത്യയായിരുന്നു. ഇനി അടുത്തൊരാളെ നമ്മൾ വിളിക്കാൻ പോകണം. അപ്പോൾ വന്നിട്ട് കൂടുതൽ വിശേഷങ്ങൾ നമുക്ക് കേൾക്കാം, അല്ലേ? സോ നമ്മുടെ റെഡ് കാർപ്പറ്റിലേക്ക് ആ ഒരു വെറൈറ്റി ടാലന്റുമായി കടന്നു വരുന്നു VCB ദീപ പ്രതാപൻ. ദീപ, റെഡ് കാർപ്പറ്റിലേക്ക് സ്വാഗതം. ഈ VCB എന്താണ്? അതിന്റെ ഇനിഷ്യലാണ് ആദ്യം. എനിക്ക് ആ ഇനിഷ്യലിന്റെ ഫുൾ എന്താണ്? അത് തറവാട്ട് പേരും അച്ഛന്റെ പേരും കൂടെ ജോയിൻ ചെയ്തിട്ട് അങ്ങനെ VCB എന്നായതാണ്. VCB എന്താ? അപ്പൊ തറവാട്ട് പേരെന്താ? വെള്ളിക്കൽ ചിരക്കണ്ടി ഭാസ്കരൻ എന്നാണ് വരുന്നത്. വെള്ളിക്കൽ ചിരക്കണ്ടി ഭാസ്കരൻ. വളരെ ഘനഗാംഭീര്യമായ പേര് ചുരുക്കി നമ്മൾ VCB എന്ന് പറയുന്നു. ദീപ പ്രദീപൻ ഹസ്ബൻഡിന്റെ പേരാണ്. ഓക്കെ. അപ്പൊ പറയൂ, ഈ നേരെ ചൊവ്വേ പാട്ട് പാടാൻ തന്നെ ഞാനും നിത്യയൊക്കെ ഭയങ്കരമായിട്ട് കഷ്ടപ്പെടുന്ന ആൾക്കാരാണ്. ഞങ്ങൾക്കിടയിൽ തലതിരിച്ച് പാടാൻ ഒരാൾ വന്നു എന്ന് പറഞ്ഞാൽ എന്നാ പിന്നെ വിശേഷം കേൾക്കണമല്ലോ എന്ന് വിചാരിച്ച് വിളിച്ചതാണ്. അപ്പൊ ഈ ഒരു കഴിവ് കണ്ടുപിടിച്ചത് ഏത് വയസ്സിലാണ്? ശരിക്കും ഞാൻ ചെറുതായിരിക്കുമ്പം നമ്മൾ എഴുത്തൊക്കെ തുടങ്ങുന്ന സമയത്ത് തലതിരിച്ചാണ് എഴുതിയിട്ടുണ്ടായിരുന്നെന്ന് വീട്ടിൽ നിന്ന് അമ്മയൊക്കെ പറയുമായിരുന്നു. ശരി. പക്ഷെ ആ സമയത്ത് നമ്മൾ നഴ്സറിയിൽ പഠിക്കുമ്പോഴും സ്കൂളിൽ പഠിക്കുമ്പോഴും എല്ലാവരും ഇങ്ങനെ തലതിരിച്ച് എഴുതാൻ പാടില്ല, ഇതൊരു എന്തോ ഒരു ഡിഫക്റ്റ് ആണ്, ആ രീതിയിലാണ് കണ്ടിട്ടുണ്ടായിരുന്നത്. അപ്പൊ അതുകൊണ്ട് വീട്ടിൽ നിന്ന് തന്നെ നിർബന്ധിച്ചിട്ട് അങ്ങനെ എഴുതണ്ട എന്ന് പറഞ്ഞ് മാറ്റിച്ചതാണ്. അത് കഴിഞ്ഞ് കുറെ കഴിഞ്ഞ് നമ്മൾ 2ാം ക്ലാസ് പഠിക്കുമ്പോഴാണല്ലോ ആംബുലൻസ് തലതിരിച്ചാണ് നമ്മൾ പഠിക്കണേ. അപ്പോൾ ഞാൻ വീട്ടിൽ വന്നിട്ട് എഴുതി നോക്കി, ഓരോ വാക്കുകളും ഇങ്ങനെ തിരിച്ചെഴുതി നോക്കി. അപ്പോൾ വീട്ടിൽ നിന്ന് പറഞ്ഞു, നീ ഇത് പണ്ടേ ചെയ്യുമായിരുന്നു എന്ന് പറഞ്ഞു. എനിക്കൊരു ഏട്ടനും ഒരു അനിയത്തിയാണുള്ളത്. അപ്പോൾ ചെറിയ ചെറിയ വാക്കുകളൊക്കെ ഞങ്ങളിങ്ങനെ തലയിരിച്ച് പറയായിരുന്നു. അതായത് ഇപ്പോൾ പേപ്പർ, ഇർപ്പപ്പേ എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ അതേപോലെ ഇന്നെന്താ കറി എന്നുള്ളത് ഇന്നെന്താ റിക്ക എന്ന് ചോദിക്കും. പിന്നെ പരിപ്പ്, പിരിപ്പ, കടല, ലടക്ക, വഴുതനങ്ങ, അങ്ങനെ തഴുവ, അങ്ങനെ കുഞ്ഞു കുഞ്ഞു വാക്കുകൾ പറയായിരുന്നു. ഈ പാട്ടിലേക്ക് വന്നത് ശരിക്കും 7th പഠിക്കുന്ന സമയത്ത്. അന്ന് ഈ ലോഡ് ഷെഡിങ്ങിൻ്റെ ഒക്കെ സമയമായിരുന്നു. 30 minutes കറണ്ട് പോവുക. അപ്പോൾ ഈ 30 minute കറണ്ട് പോവുക എന്ന് പറയുന്നത് കുറച്ചുകൂടെ ഫ്രൂട്ട്ഫുൾ ആയിട്ട് യൂസ് ചെയ്യാന്നുള്ളതുകൊണ്ട് ആ സമയത്ത് നമ്മൾ പാട്ട് പ്രാക്ടീസ് ചെയ്യുക, കുറച്ച് കാര്യങ്ങളൊക്കെ അങ്ങനെ ചെയ്യും. അപ്പൊ അങ്ങനെയാണ് ശരിക്കും ഇങ്ങനെ ഒരു പാട്ടായിരുന്നു കുഞ്ഞിലെ പാടിയത്. കുഞ്ഞിലെ ആദ്യമായിട്ട് പാടിയത് കാനന ചായയിൽ ആടുമേക്കാന്ന് പറഞ്ഞ പാട്ടായിരുന്നു. അതൊന്ന് കേൾക്കാല്ലേ? നമുക്ക് ഓർമ്മയുണ്ട് ഇപ്പോഴും. പിന്നെ അപ്പൊ അതൊന്ന് കേൾക്കാം. ഒറിജിനൽ നമുക്കറിയാം, തല തിരിച്ചിട്ട് പാടിക്കോളൂ. ഓക്കെ. ലാടിപ്പ ലാടിപ്പ മേനാമൽനാ डेपानोन्नोर मडाकु दुइचे नाम बोल तीनव छड़क नानका युम्नी ये नेडो कोंडु कोंगो पो नाम बोल तीनव छड़क नानका युम्नी ये नेडो कोंडु कोंगो पो नेनी कल्वियो ञानु कोगान पो लेला मण्णो वेनु नी वेनु ई नानक എന്താ പറയാ, ഇപ്പൊ ഏത്, അതായത് ഓൾമോസ്റ്റ് 4 ഭാഷകൾ കൈകാര്യം ചെയ്യുന്നു പറഞ്ഞു. അപ്പൊ ഈ 4 ഭാഷകളിലും പാട്ടാണെങ്കിലും എന്തെങ്കിലും സംസാരം എന്താണെങ്കിലും ഹാൻഡിൽ ചെയ്യാൻ ഒരു ബുദ്ധിമുട്ടുമില്ല? ഇല്ല, അതായത് മലയാളം, തമിഴ്, ഹിന്ദി, ഇംഗ്ലീഷ് ലാംഗ്വേജ് ആണ് ഹാൻഡിൽ ചെയ്യുന്നത്. അതിൽ എഴുതുന്നത് ഈ 4 ലാംഗ്വേജും എഴുതും. ഹിന്ദി പറയാൻ എളുപ്പമാണ്, പക്ഷെ നമ്മൾ പാട്ട് പാടുന്ന സമയത്ത് ഞാൻ ഓരോ വാക്കുകളായിട്ടാണ് തലതിരിച്ച് പാടുന്നത്. അപ്പൊ നമ്മൾ ഹിന്ദി പാടുമ്പം ഇപ്പം കബ് എന്നൊക്കെ വരുന്ന സമയത്ത് കബ് എന്നുള്ളത് ബിക്കാന്ന് വരും തിരിക്കുന്നത്. അപ്പൊ അത് ട്യൂണിൽ സെറ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടുള്ളത് കൊണ്ട് ഹിന്ദി പാട്ടുകൾ തലതിരിച്ച് പാടാറില്ല. മലയാളം, തമിഴും പാടും, സംസാരിക്കുന്നത് പറയും. അപ്പൊ ഹിന്ദിയിൽ എന്തെങ്കിലും ഒന്ന് നിത്യം ഒന്ന് ഒരു ചോദിച്ചു നോക്കി, അത് തല തിരിച്ച് ഹിന്ദിയിൽ പറയും. मैंने प्यार किया, मैं मेरी प्याया की, मैं बहुत अच्छी हूँ, मैं तुहबा चीहा हूँ. ചീഹാ ഹൂ, അതാണ് ചീഹാ. പിന്നെ ഇംഗ്ലീഷ് റിവേഴ്സ് സ്പെല്ല് ചെയ്യാനാണ് എളുപ്പം. ഓക്കെ ഓക്കെ. അപ്പൊ നിത്യക്ക് എന്തെങ്കിലും അങ്ങനെ എന്തെങ്കിലും ഇംഗ്ലീഷ് ഇത് ചോദിക്കാനുണ്ടോ? റെഡ് കാർപ്പറ്റ്. REDCARPET DERTEPRAC. ഓക്കെ. എനിക്ക് ഇൻകൺവീനിയന്റ്. INCONVENIENT
TNEINEVNOCNI. കറക്റ്റ് ആണോ നിത്യ? യെസ്, എന്ത് തോന്നുന്നു? കറക്റ്റ് ആണ്. വളരെയധികം കറക്റ്റ് ആണ്. തമിഴാണെങ്കിലോ? തമിഴ് പാടും, തമിഴ് പാട്ടുകളൊക്കെ language ൽ പാടും. തമിഴ് ലാംഗ്വേജിൽ ഒരു പാട്ട് എന്താ നമുക്ക് കേൾക്കാം തല തിരിഞ്ഞിട്ട്? ഓക്കെ. സ്നേഹിതനേ സ്നേഹിതനേ രഹസ്യ സ്നേഹിതനേ ചിന്ന ചിന്നതായി കോരിക്കയിൽ രഥം செய்ய സ്നേഹിതനേ ഒരേ അഴുത്തം അഴുത്തം ഒരേ அணைப்பு அணைப்பு வாழ்வின் நல்லவரே வேண்டும் வேண்டும் வாழ்வின் எல்லை வரை வேண்டும் வேண்டும் நேதஹிஸ்னே நேதஹிஸ்னே யசிஹர நேதஹிஸ்னே நச்சிதாய் நச்சி இல்கரி கோதம் ரயசே நேதஹிஸ்னே ருவே தம் ருவா ரேயோ பிணையா பிணையா விண்வலை இறைவா டும்பே டும்பே விண்வலை இறைவா டும்பே டும்பே. തമിഴാണെങ്കിൽ ചൈനീസ് ഒരു പാട്ട് കേൾക്കുന്ന പോലെ ഒരു വാക്കുകൾ ഉണ്ടായിരുന്നു. അപ്പോൾ ഈ വേറൊരു പാട്ട്, അതായത് കപ്പേള എന്ന് പറഞ്ഞ സിനിമയിലെ കാ വെച്ചിട്ട്, കായാണ് അതിന്റെ ഒരു പ്രാസം വരുന്നത്. അതെ, അത് ഇതുപോലെ തല തിരിച്ച് പാടി ട്രൈ ചെയ്തിട്ടുണ്ടെന്നൊക്കെ ഞാൻ കേട്ടു. തീർച്ചയായും. ആ പാട്ടൊന്ന് കടുകുമണി. കടുകുമണിക്കൊരു കണ്ണുണ്ട്, കണ്ണിനകത്തൊരു കരടുണ്ട്, കടലുണ്ടേന്നൊരു ചങ്ങായി കായ വെറുത്ത് കഴിഞ്ഞിട്ട് കുടമൊരു നുള്ളു കഴിച്ചിട്ട് കരിമീൻ മുള്ളു കഴിച്ചിട്ട് കലഹം പറയണ കരിമീൻ കലഹം പറയണ കവലയിൽ ഇന്നൊരു കണ്ണട വാങ്ങി വരുന്നുണ്ടേ. നേരെ പാടാൻ തന്നെ കുറച്ച് ബുദ്ധിമുട്ടാണ്, കാരണം ഈ കാ 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 ഇങ്ങനെ വന്നു. അപ്പൊ ഇത് തല തിരിച്ച് പാടുമ്പോ എങ്ങനെയാണ്? കുടുകറി കോണിമടിന്നു കാരു തൊനിടെന്നെ കണ്ടിണ്ടുരക്ക ഡിലുണ്ട കാരു ഒതിങ്ങ ചായാക്ക തിരുവടി നീടിക്ക റുമടകലു ചുടി നീടിക്കൂ മിൻറി കാളി നുടി ചീടിക്ക ഹംല കാണയര പലിലിവക നിന്നൊയടന്നക നീ വടി നീരുവാ. അടിപൊളി. സോ നിത്യ, എന്താണ് ഈ ഒരു കലാകാരിയെ കുറിച്ചിട്ട്, കാരണം ഒരു വെറൈറ്റി ടാലന്റ് ആണ്, ഇതിനെ കുറിച്ച് എന്താ പറയാനുള്ളത്? എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു അങ്ങനെ ചെറുപ്പത്തിൽ. ഞങ്ങൾ ഇതുപോലെ തന്നെയായിരുന്നു, വാക്കുകൾ ഇങ്ങനെ തിരിച്ച് 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 പറയുമായിരുന്നു. അപ്പോൾ എന്തായാലും വളരെ സന്തോഷം. നമുക്ക് ഹസ്ബൻഡിനെ കൂടെ ഒന്ന് പരിചയപ്പെടാം. ഓക്കെ. നമസ്കാരം, റെഡ് കാർപ്പറ്റിലേക്ക് സ്വാഗതം. നമസ്കാരം. അപ്പൊ ഇതേപോലെ വെറൈറ്റി ടാലന്റ് ഉള്ള ഒരു ഭാര്യയെ കിട്ടും എന്ന് പ്രതീക്ഷിച്ചിരുന്നു? തീർച്ചയായിട്ടും ഇല്ല. തീർച്ചയായിട്ടും ഇല്ല. അപ്പൊ ഇങ്ങനെ പെണ്ണ് കാണാൻ, നിങ്ങളുടെ ലവ് മാരേജ് ആണോ അറേഞ്ച് മാരേജ് ആണോ? ലവ് കം അറേഞ്ച്ഡ് ലവ്. മാരേജ്. അപ്പൊ ഇങ്ങനെ ഒരു കഴിവുണ്ടെന്ന് അറിഞ്ഞപ്പോ ചേട്ടന് ഭയങ്കര ഒരു കൗതുകം തോന്നി കാണും അല്ലേ? തീർച്ചയായും. ഞാൻ ദിവ്യ ആദ്യം കാണുന്നത് ഒരു ചാനലിൽ ഇങ്ങനെ പ്രോഗ്രാം വരുന്നതാണ്. അന്നൊന്നും വിചാരിച്ചില്ല ഇങ്ങനെ ഞങ്ങൾ ഒരുമിച്ച് ഒരു ജീവിതമൊക്കെ ഉണ്ടാവുമെന്ന്. പക്ഷെ പിന്നീട് ഒരു പ്രഭാതത്തിൽ ഞങ്ങൾ അങ്ങനെ ഒരുമിച്ചങ്ങ് ജീവിക്കാൻ തീരുമാനിച്ചു. അങ്ങനെ ഒരു പിന്നീട് അങ്ങ് അറേഞ്ചറായി, അങ്ങനെ വിവാഹത്തിലേക്ക് വന്നു. എന്തെങ്കിലും പഠിപ്പിച്ചു തന്നിട്ടുണ്ടോ? ഇല്ല ഇല്ല, ഒന്നും പഠിപ്പിച്ചില്ല. മാത്രമല്ല അതിനകത്ത് വേറൊരു കാര്യം കൊണ്ടിരുന്നു. കാരണം എന്ന് വെച്ചാൽ എന്തെങ്കിലും ദേഷ്യം വരുമ്പോ തീർച്ചയായിട്ടും ഇങ്ങനെയൊക്കെ ഇങ്ങോട്ട് തിരിച്ചു വരും. അപ്പൊ അതുകൊണ്ട് കഴിവും ദേഷ്യപ്പെടുത്താതിരിക്കാൻ ഞാൻ നോക്കും. അതുകൊണ്ടാണ് പഠിപ്പിക്കാത്തത്. എനിക്ക് ചേട്ടനെ കണ്ടപ്പോഴല്ലോ നമ്മുടെ നടൻ ശ്രീനിവാസൻ ചേട്ടന്റെ ഒരു ഛായ ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ അങ്ങനെ? എന്നെ കാണുന്ന എല്ലാവരും പറയാറുണ്ട്. എന്ത് ചെയ്യുന്നു? ഞാൻ ട്രെയിനിങ് കൗൺസിലിംഗ് മേഖലയിലാണ്. അത് ശരി, അത് ശരി. അപ്പൊ ജോലിയും കാര്യങ്ങളൊക്കെ നന്നായി പോകുന്നു. തീർച്ചയായിട്ടും. അതിന്റെ കൂടെ ഇങ്ങനെ പ്രോഗ്രാംസിനൊക്കെ പോവാറുണ്ട് കൂടെ? തീർച്ചയായിട്ടും കൂടെ പോവാറുണ്ട്. അടിപൊളി, അടിപൊളി.